വെറും 2 ആഴ്ച കൊണ്ട് നിങ്ങളുടെ കരളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പ് ലിവർ ഫാറ്റ് 50% കുറയ്ക്കണം. എന്നാൽ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. കരളിലെ കൊഴുപ്പ് ഈ ഫാറ്റി ലിവർ കാരണം ബുദ്ധിമുട്ടുന്നവരാണ് നമ്മളിൽ ഒട്ടുമിക്ക ആളുകളിലും. അപ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫാറ്റി ലിവർ പാടെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അതിന് എന്തൊക്കെ ഭക്ഷണങ്ങൾ എടുക്കണം, എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം, നമ്മളതിൽ ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ടോക്ക്. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനെ ജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്. പൊതുവെ കരളിലെ കൊഴുപ്പ് ഈ ലിവർ ഫാറ്റ് ഉള്ളവർ ആദ്യം അത് ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് വിചാരിക്കുന്നത് നോൺ വെജ് ഒഴിവാക്കി കഴിഞ്ഞാൽ അത് പരമാവധി കുറയുമെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ കഴിക്കുന്ന അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആണ് എക്സസീവ് ആയിട്ടുള്ള ഗ്ലൂക്കോസ്. ഒരു പരിധിയിൽ കവിഞ്ഞ് ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുമ്പോൾ അത് നമ്മുടെ കരളിൽ കൊഴുപ്പായിട്ടാണ് അടിഞ്ഞുകൂടുന്നത്. അപ്പം നമ്മൾ കഴിക്കുന്ന ഈ അന്നജം ഉണ്ടല്ലോ, ഈ കാർബോഹൈഡ്രേറ്റ്, അതിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ തന്നെ, അതായത് ഒരു 30 ഗ്രാം അത്രയേ ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ. നമ്മൾ കീറ്റോജനിക് ഡയറ്റ് എന്ന് പറയും. ഈ കീറ്റോ ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ ചില ദിവസങ്ങളിൽ നമ്മൾ എല്ലാം ശ്രദ്ധിച്ച് ഡയറ്റ് ചെയ്തിട്ടും കാർബോഹൈഡ്രേറ്റ്സ് അന്നജം പരമാവധി കുറച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ശരീരത്തിൽ കാര്യമായിട്ടുള്ള സാരമായിട്ടുള്ള മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞ് പലരും ഡിസപ്പോയിൻ്റ് ആവാറുണ്ട്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണം കഴിക്കുന്നത് അത് കൊഴുപ്പായി മാറുന്നതൊക്കെ സ്റ്റോർ ചെയ്യപ്പെടുന്നത് നമ്മുടെ ആന്തരിക അവയവങ്ങളിലാണ്. ലിവർ അതേപോലെ തന്നെ മറ്റ് അവയവങ്ങൾ ചുറ്റുമാണ് ആദ്യം അത് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ശരീരം കീറ്റോജനിക് ഡയറ്റിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ജേണിയിലോട്ട് പോകുമ്പോൾ ആദ്യം കുറയുന്നത് ഈ ശരീര അവയവങ്ങൾ, അതായത് ആന്തരിക അവയവങ്ങളെ ചുറ്റുമുള്ള കൊഴുപ്പാണ് ആദ്യം അലിയിച്ച് കളയുന്നത്. അതിനുശേഷമാണ് നമ്മുടെ സ്കിന്നിന് താഴെയുള്ള കൊഴുപ്പുകളിലോട്ട് വരുന്നത്. അപ്പോൾ ഈ വെയിറ്റ് ലോസ് ജേണിയിലോട്ട് തുടങ്ങുന്ന ആദ്യത്തെ ഒരാഴ്ചയിൽ അല്ലെങ്കിൽ 10 ദിവസത്തിൽ സാരമായിട്ടുള്ള ഡിഫറൻസ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഉള്ളിലെ ആന്തരിക അവയവങ്ങളിലെ എസ്പെഷ്യലി കരളിലെ കൊഴുപ്പ് അത് മൊത്തം അലിയിച്ച് കളയുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഉറപ്പുവരുത്താനായിട്ട് പറ്റും. നമ്മൾ കഴിക്കുന്ന ആ ഒരു അന്നജം അത് ദിവസവും 30 ഗ്രാം അതിനുള്ളിൽ ചുരുക്കാനായിട്ട് ശ്രദ്ധിക്കാം. എന്നാൽ ഈ ഫാറ്റി ലിവർ ഉള്ളവരിൽ പലരും പൊന്നത്തടി ആയിരിക്കും, അല്ലെങ്കിൽ വയറ് മാത്രം ചാടിയിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഫാസ്റ്റിംഗ് എന്ന് പറയും, നോമ്പ് എടുക്കുന്ന രീതിക്ക് ഫാസ്റ്റിംഗ് കംപ്ലീറ്റ് പട്ടിണി കിടന്ന വയറ് കുറയുമെന്ന് വിചാരിക്കും. ഒരിക്കലും പട്ടിണി കിടന്നുകൊണ്ട് നമ്മൾ ഫാറ്റി ലിവറോ ലിവറത്തെ ആ ഒരു കൊഴുപ്പ് നമുക്കൊരിക്കലും മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ല. എന്നാൽ നിങ്ങൾ ഭക്ഷണം ധാരാളമായി കഴിച്ചുകൊണ്ട് ഒരു ദിവസം 3000 കിലോ കാലറി തന്നെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. എന്നാൽ ഹൈ ഫാറ്റ്, കൊഴുപ്പ് അധികം അടങ്ങിയിട്ടുള്ളതും അതേപോലെ തന്നെ പ്രോട്ടീൻ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത്, എന്നാൽ അന്നജം കംപ്ലീറ്റ് ആയിട്ട്, അതായത് 30 ഗ്രാമിന് താഴെ മാത്രമേ ഒരു ദിവസം എടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ അടിഞ്ഞുകൂടുന്ന ലിപ്പോജെനസിസ് എന്നുള്ളൊരിതുണ്ട്, ഡി നോവോ ലിപ്പോജെനസിസ്, അതായത് പുതിയ ഫാറ്റ് സെൽസുകൾ ഉൽപ്പാദനം ഉണ്ടാവുന്നത്, അത് തടയാനായിട്ട് സാധിക്കും. ഇങ്ങനെ ആവുന്ന ടൈമിൽ നമ്മുടെ കൊഴുപ്പ്, അതായത് കരളിലെ കൊഴുപ്പ് അടിഞ്ഞു കൂടി കിടക്കുന്നത് ആ ഫാറ്റ് സെൽസ് കൺവേർഷൻ ആകുന്നത് കീറ്റോൺ ബോഡീസ് ആയിട്ട്, അതായത് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് കിട്ടാതെ ആകുമ്പോൾ അടുത്ത പ്രവർത്തനത്തിൽ വരുന്നത് നമുക്ക് എനർജി സോഴ്സ് വേണം, നമ്മുടെ ശരീരത്തിന് ഊർജ്ജം വേണം. അപ്പോൾ ആ ഊർജ്ജം ഏറ്റെടുക്കുന്നത്, വലിച്ചെടുക്കുന്നത് നമ്മൾ ഈ കൊഴുപ്പ് നിന്നാണ്. അപ്പോൾ കൊഴുപ്പുകൾ ഇങ്ങനെ അലിയാനായിട്ട് തുടങ്ങും. അതിൽ നിന്ന് നമുക്ക് കീറ്റോൺ ബോഡീസും അങ്ങനെ നമുക്ക് എനർജിയും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത് വളരെയധികം ഇഫക്റ്റീവാണ്. അത് 2 ആഴ്ച ചെയ്ത് നോക്കുക. നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഓഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ, നിങ്ങൾക്ക് ഡയബറ്റിസ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. കാരണം ഡയബറ്റിസ് ഉള്ളവരിൽ ഹൈപ്പോഗ്ലൈസീമിക് കണ്ടീഷൻ എന്നുള്ളൊരു കണ്ടീഷനുണ്ട്. ശരീരത്തിലെ ഗ്ലൂക്കോസ് ലെവൽ ഒരു പരിധിയിൽ കവിഞ്ഞ് കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ബ്രെയിൻ ഡെത്തിന് വരെ കാരണമായേക്കാം. അപ്പോൾ അതുകൊണ്ട് ഡയബറ്റിസിന് അല്ലെങ്കിൽ ഷുഗറിന് മരുന്ന് എടുക്കുന്നവർ ദയവായിട്ട് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാതിരിക്കുക. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അതായത് ഒരു 30-35 നിങ്ങൾക്ക് ഡയബറ്റിസ് ഒന്നുമില്ല, എന്നാൽ BP ഒക്കെ ഉണ്ട്, ചെറിയ തോതിൽ മെഡിസിൻസ് എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് സാരമായിട്ടുള്ള വെയിറ്റ് ഉണ്ട്, വെയിറ്റ് ഗെയിൻ ഒരുപാടുണ്ട്, വയറും ഭയങ്കര ചാടിയിട്ടാണ്,
എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഫാറ്റി ലിവർ ഉണ്ടോ എന്നുള്ളത് സ്കാൻ വഴി മാത്രമാണോ അതോ ബ്ലഡ് ടെസ്റ്റ് വഴി നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. SGPT എന്ന് പറഞ്ഞാൽ നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യും. അതായത് ലിവറിൻ്റെ ഫങ്ഷൻസ് നോർമൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. അപ്പോൾ ഈ LFT ചെയ്ത് കഴിയുമ്പോൾ, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ രണ്ടെണ്ണം ഉണ്ടാകും. നമ്മൾ സീറം ഗ്ലൂട്ടാമേറ്റ് പൈറുവേറ്റ് ട്രാൻസാമിനേസ് എന്ന് പറയുന്ന SGPT, ഇതിൻ്റെ ലെവല് ഒരു 50-ൽ കവിഞ്ഞ് കാണുന്നുണ്ട്, ഇതിൻ്റെ ലെവൽ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളം തന്നെയാണ്. ഇനി അതല്ല, നോർമൽ സ്കാനിങ് വഴിയും നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്താനായിട്ട് പറ്റും. അപ്പോൾ ഫാറ്റി ലിവർ ഉള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു കീറ്റോ ഡയറ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ നമ്മൾ മുഴുധാന്യങ്ങൾ, പ്രോട്ടീൻ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതേപോലെ തന്നെ കൊഴുപ്പ് അധികം അടങ്ങിയിട്ടുള്ള ഡെയറി ഫ്രൂട്ട്സ്, അതായത് ഡെയറി എന്ന് പറയുമ്പോൾ നമ്മൾ പാലും പാലുൽപ്പന്നങ്ങളും എടുക്കാനായിട്ട് പറ്റും. ഫ്രൂട്ട്സിൽ തന്നെ നമ്മൾ അവക്കാഡോ നല്ലതാണ്, അതേപോലെ തന്നെ ബ്രൊക്കോളി, അങ്ങനത്തെ ക്യാപ്സിക്കം വളരെയധികം എഫക്റ്റീവാണ്. ടൊമാറ്റോ, തക്കാളി നല്ലതാണ്. പിന്നെ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് തരുന്ന ചക്ക, അതേപോലെ തന്നെ മാമ്പഴം, അതൊക്കെ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇത് 2 ആഴ്ച എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിനൊരു വല്ലാത്തൊരു ഉന്മേഷം ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ പട്ടിണി കിടന്നുകൊണ്ട് ഇനി ഫാറ്റി ലിവർ കുറയ്ക്കണം എന്നുള്ള ആവശ്യമില്ല. നന്നായി ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ, എന്നാൽ സ്ട്രിക്റ്റായിട്ട് അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തിൽ നല്ല മാറ്റം കണ്ടെത്താനായിട്ട് സാധിക്കും. കൊഴുപ്പ് അലിയിച്ച് കളയാൻ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ഈ ഒരു കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കരളിലെ കൊഴുപ്പ് അലിയിച്ച് കളയാൻ മാത്രമല്ല, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പ്രീ ഡയബറ്റിക് ആയിട്ട് ഫ്യൂച്ചറിൽ ഡയബറ്റിക് വരാൻ സാധ്യതയുള്ളവർക്ക് അതിൻ്റെ ഇൻസുലിൻ്റെ ആ ഒരു കപ്പാസിറ്റി അത് ഇംപ്രൂവൈസ് ചെയ്യാനും, ശരീരത്തിൻ്റെ നീർക്കെട്ട് കുറയ്ക്കാൻ, ശരീരത്തിൻ്റെ നീർക്കെട്ട് കാരണം തടി കൂടുന്നവരുണ്ട്, ശരീരത്തിൻ്റെ നീർക്കെട്ട് കുറയ്ക്കാനും വളരെയധികം ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഡയറ്റ് പാറ്റേൺ ആണ് ഈ ഒരു കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത്. ഇത് വെയ്റ്റ് ലോസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫാറ്റി ലിവർ കുറയ്ക്കാനുള്ളവർക്ക് മാത്രമല്ല, നമ്മുടെ ഗട്ട് ബാക്ടീരിയ, നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ കൂട്ടാൻ വളരെയധികം സഹായകരമാവും. കാരണം ഈ ഒരു ഫാറ്റ് ബേൺ ചെയ്യുന്ന സമയത്ത്, നമ്മുടെ കരളിലുള്ള കൊഴുപ്പ് ബേൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു സൈക്കിൾ വഴി നമുക്ക് ഫോളേറ്റിൻ്റെ ഉൽപ്പാദനം കൂടും. ഈ ഫോളേറ്റ് നമ്മുടെ കുടലിലെ, വൻകുടലിലെ നല്ല ബാക്ടീരിയകളുടെ വളർച്ച കൂട്ടാനായിട്ട് സഹായിക്കും. സോ ഇതുമൂലം നമുക്ക് ദഹനത്തിൻ്റെ പ്രശ്നമുള്ളവർക്ക് അത് നോർമലൈസ് ചെയ്യാനും തീർച്ചയായിട്ടും ഇത് സഹായകരമാവുന്ന ഒന്നാണ്. ഈ കീറ്റോജനിക് ഡയറ്റ് വഴി നമ്മൾ കഴിക്കുന്ന അന്നജം, അതായത് എക്സ്ക്ലൂസീവായിട്ടുള്ള ഗ്ലൂക്കോസ്, അത് ഫാറ്റായിട്ട്, കൊഴുപ്പായിട്ട് കൺവേർട്ട് ആക്കുന്നത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 80% നമുക്ക് ഈ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ഈ ഡയറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ 1-2 ദിവസങ്ങൾ എടുത്തതിന് ശേഷം ഇതിൽ വലിയ മാറ്റമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെടാതെ ഒരു 2 ആഴ്ചയോളം സ്ഥിരതയാണ് വളരെയധികം ഇമ്പോർട്ടൻറ്റ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. 43.8% നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പ്, അതായത് അപ്രോക്സിമേറ്റ്ലി 50% കൊഴുപ്പ് അലിയിച്ച് കളയാൻ 2 ആഴ്ച കൊണ്ട് നിങ്ങൾ എടുക്കുന്ന ഈ ഒരു കീറ്റോ ഡയറ്റ് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഒന്നാണ്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ ലെവൽ, അതായത് കൊളസ്ട്രോളിൽ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫാറ്റി ലിവർ ഉള്ളവരിൽ ട്രൈഗ്ലിസറൈഡിൻ്റെ ലെവൽ ഇത്തിരി കൂടി കാണിക്കാറുണ്ട്. ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് ടെർമിനാലിയ അർജുന എന്ന് പറഞ്ഞ മെഡിസിനാണ് യൂഷ്വലി നമ്മളിവിടെ ഉപയോഗിക്കാറ്. അത് ഓരോരുത്തർക്കും അതിൻ്റെ പൊട്ടൻസിയും അതിൻ്റെ ഡോസേജും ഡിഫറെൻ്റ് ആവും. അപ്പോൾ ഫാറ്റി ലിവറും അതേപോലെ തന്നെ ഫാറ്റി ലിവർ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തൊക്കെ ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഇതിലെന്തൊക്കെ ഫുഡ് അവോയ്ഡ് ചെയ്യണം, എന്തൊക്കെ ഫുഡാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, കീറ്റോ ഡയറ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും ഡയറ്റ് പാറ്റേൺ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഫാറ്റി ലിവർ എന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, വടക്കഞ്ചേരി, പാലക്കാട്.